റൈസ് യൂട്യൂബ് ചാനൽ. ഞാൻ മാളവിക. നമ്മളിപ്പോൾ കുറച്ചായിട്ട് വുമൻസ് ഡേ സ്പെഷ്യൽ സീരീസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ അതുമായിട്ട് മുന്നോട്ട് പോവാം. വൈ ഗവൺമെന്റ് ജോബ് ഫോർ വുമൻസ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. എന്തിനാണ് സ്ത്രീകൾക്ക് ഗവൺമെന്റ് ജോലി? അത് സാമ്പത്തികമായി ഭദ്രത ഉണ്ടാവാൻ വേണ്ടി. ഒന്നാമത്തെ കാര്യം ജോബ് സെക്യൂരിറ്റി. നമുക്ക് പല മേഖലകളിൽ നിന്നും വ്യത്യാസപ്പെട്ട് ഗവൺമെന്റ് ജോബ്, അതായത് PSC SSC വഴി പരീക്ഷ എഴുതി കയറി ആ മേഖലയിൽ കിട്ടുന്ന ഒരു സെക്യൂരിറ്റി ബാക്കി പല മേഖലകളിലും കിട്ടുന്നില്ല. പെട്ടെന്ന് ഒരു ദിവസം വന്ന് ഉയർന്ന ഉദ്യോഗസ്ഥൻ വന്ന് പറയുകയാണ് നമ്മളോട്, നാളെ തൊട്ട് നിങ്ങൾ വരണ്ട. ആ ഒരു അവസ്ഥ നമുക്ക് ഗവൺമെന്റ് ജോലിയിൽ കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു ലോങ് ടേം സെക്യൂരിറ്റി ഗവൺമെന്റ് ജോലിയിൽ കിട്ടുന്നതായിരിക്കും. അടുത്തതാണ് ഫെയർ പേ ആൻഡ് ബെനിഫിറ്റ്സ്. പല മേഖലകളിലായാലും സ്ത്രീയെയും പുരുഷനെയും രണ്ട് തരത്തിൽ കണ്ട് അവരുടെ വേതനം തുല്യ വേതനമായി കൊടുക്കുന്നില്ല. ആണുങ്ങൾക്ക് കൂടുതലും പെണ്ണുങ്ങൾക്ക് കുറവാണ് കൊടുക്കുന്നത്. എന്നാൽ ഗവൺമെന്റ് മേഖലയിലാണെങ്കിൽ രണ്ടുപേർക്കും തുല്യ വേതനമാണ് കൊടുക്കുന്നത്. അവിടെ പോസ്റ്റിന്റെ അനുസരിച്ച് വ്യത്യാസം വരുന്നത് മാത്രമേ ഉള്ളൂ. വർക്ക് ലൈഫ് ബാലൻസ്. നമ്മുടെ ഒട്ടുമിക്ക ആൾക്കാരുടെയും വീട്ടിലെ അമ്മമാർ ജോലിക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നം അറിയാം. ഇപ്പം നൈറ്റ് ഷിഫ്റ്റും മോർണിംഗ് ഷിഫ്റ്റും എടുക്കുന്ന അമ്മമാരാണെങ്കിൽ നമ്മൾ പലരും സ്കൂൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പം അമ്മമാർ ജോലിക്ക് പോകുമായിരിക്കും. അപ്പോൾ നമുക്കൊരു നമുക്ക് അമ്മയോട് തുറന്നു പറയാനുള്ള സമയവും ആ ഒരു സമയത്തിൻ്റെ എല്ലാം ഒരു പ്രശ്നം വരാറുണ്ട്. ഈ ഗവൺമെന്റ് ജോലിയാകും രാവിലെ കൃത്യം ഇത്ര സമയം തൊട്ട് വൈകുന്നേരം ഇത്ര സമയം വരെ ആയിരിക്കും അവർക്കുള്ള ജോലി. അപ്പോൾ തന്നെ വീടുമായിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് വിട്ടുപോകാൻ ഒരു തരത്തിലും പ്രശ്നം വരുന്നില്ല. അടുത്തത് സപ്പോർട്ടീവ് വർക്ക് എൻവയോൺമെന്റ്. ഗവൺമെന്റ് സ്ത്രീകൾക്ക് വേണ്ടി പല സഹായങ്ങളെല്ലാം നമുക്ക് കിട്ടേണ്ട കുറെ കാര്യങ്ങൾ തന്നെയാണ്. അത് ഒരു മടിയും കൂടാതെ തരുന്നുണ്ട്. അതിലൊന്നാണ് മെറ്റേണൽ ലീവ്, ചൈൽഡ് കെയർ സർവീസസ്. ഇതെല്ലാം മുടക്കം വരാണ്ട് നമുക്ക് കിട്ടുന്ന ഒന്നാണ്. മെറ്റേണിറ്റി ലീവ് എല്ലാം പറയുമ്പം 150 ദിവസം പെയ്ഡ് ലീവാണ് കിട്ടുന്നത്. വീട്ടിലിരുന്നാലും മാസാവസാനം സാലറി കൃത്യമായിട്ട് അക്കൗണ്ടിലേക്ക് വന്നോളും. അപ്പോൾ ഇതെല്ലാം ഗവൺമെന്റ് ജോലിയിലേക്ക് കയറുമ്പോൾ സ്ത്രീകൾക്ക് കിട്ടുന്ന ഗുണമാണ്. അപ്പോൾ ഫിനാൻഷ്യലി നമുക്ക് സപ്പോർട്ട് തരുവാണ് ചെയ്യുന്നത് ഗവൺമെന്റ്. അടുത്തത് മെറിറ്റ് ബേസ്ഡ് സെലക്ഷൻ. ഗവൺമെന്റ് ജോലിയിലേക്ക് നമ്മൾ കയറുവാണെങ്കിൽ ക്വാളിഫിക്കേഷൻ നോക്കി ആ ഒരു കളത്തരവും ഇല്ലാതെ നമ്മളെ എന്ത് പഠിച്ചു, നമുക്ക് അത് ചെയ്യാൻ പറ്റുമോ, അവർ ആ ഒരു ക്വാളിഫിക്കേഷൻ നോക്കി മാത്രമാണ് ജോലിക്ക് കയറ്റുന്നത്. ബാക്കി പല മേഖലകളിലും പൈസ കൊടുത്തും അങ്ങനെ കയറുമ്പം നമുക്ക് ഈ ക്വാളിഫിക്കേഷനും ഇതൊന്നും നോക്കുന്നില്ല. അപ്പോൾ ആണുങ്ങൾക്ക് കുറച്ച് കൊടുക്കുന്നു, പെണ്ണുങ്ങൾക്ക് എല്ലാ മേഖലയിലും അങ്ങനെ കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. അടുത്തതാണ് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ്. നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് പൊതുവെ വോയിസ് ഉയർത്താനുള്ള ചാൻസ് കുറവാണ്. ചാൻസ് എന്നല്ല, അത് പലപ്പോഴും അടിച്ചമർത്തപ്പെടാറുണ്ട്. ആ സമയത്ത് ഒരു ജോലിയുള്ള ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയ ഒരു സ്ത്രീയാണ് വോയിസ് ഉയർത്തുന്നത് എങ്കിൽ അവൾ പറയുന്നതിൽ കുറച്ചൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് കുറച്ച് അവസരം കൂടുതൽ തരാൻ ചാൻസ് ഉണ്ട്. ചാൻസ് എന്നല്ല, കിട്ടാറുണ്ട്. അപ്പോൾ ഒരു ജോലി അത്യാവശ്യ ഘടകമാണ്. ഇമ്പാക്ട് ഓൺ സൊസൈറ്റി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോലി ഉണ്ടെങ്കിൽ നമുക്ക് ആ സ്ത്രീകൾക്ക്, ജോലിയുള്ള സ്ത്രീക്ക് കുറച്ച് ഒരു പവർ കൂടുതലായിരിക്കും. അവളുടെ വോയിസിന് കുറച്ച് വിലയുണ്ടാവും. അടുത്ത നോക്കുവാണെങ്കിൽ ലീഗൽ പ്രൊട്ടക്ഷൻ. നമ്മുടെ വർക്കിംഗ് കണ്ടീഷനിൽ എല്ലാ ലീഗൽ പ്രൊട്ടക്ഷൻസും ഗവൺമെന്റ് സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും അനുവദിക്കുന്നതല്ല. അടുത്തത് എൻകറേജിങ് എക്കണോമിക് ഇൻഡിപെൻഡൻസ്. സ്ത്രീകൾക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയി കിട്ടുന്ന എല്ലാ ഗുണങ്ങളും ഈ ഗവൺമെന്റ് ജോലി കാരണം നമുക്ക് കിട്ടും. നമ്മൾ പലരുടെയും മുമ്പ് പോയി കൈ നീട്ടേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ സ്ത്രീകൾ ഇപ്പം കുട്ടികളാവുമ്പം അമ്മൻ്റെയോ അച്ഛൻ്റെയോ മുന്നിൽ പോയിട്ട് കുറച്ച് പൈസ തരുമോ ചോദിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ സ്ത്രീകൾക്ക് സ്വന്തമായൊരു ജോലി ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ളവരുടെ മുന്നിൽ കൈ നീട്ടേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ റേസ് വരാന്തയുടെ പ്രൊഡക്ട്സ് ആണ്. ആദിത്യ SSC CGL ക്ലിയർ ചെയ്തതാണ്. വിഭ രാജീവൻ SBI ക്ലർക്ക്, അഖില വിജയൻ SSC MTS, മേരി ജിസ്ന കെ IBPS PO, കാർത്തിക S IBPS PO, നീരജ SSC CGL. ഇവരെല്ലാം ഇപ്പം ഇൻഡിപെൻഡൻ്റ് ആണ്. അവർക്ക് അവരുടെ ഫിനാൻഷ്യൽ ഒക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ താങ്ക് യു. അടുത്ത വുമൻസ് ഡേയുടെ സീരീസ് ഇറങ്ങുന്നതിന് മുമ്പേ ഇക്കൊല്ലം കൊണ്ട് തന്നെ നമ്മൾ വുമൻസ് എല്ലാവരും നമ്മുടെ ജോബ് നമ്മുടെ കയ്യിലേക്ക് എത്തിക്കേണ്ടതാണ്.